എന്നാലും എന്നെ ഭാഗിയിടേ ഇത് കുറെ കടന്ന കയ്യായിപ്പോയി. ദൂരത്തുള്ള ബന്ധുക്കളെക്കാളും അയലത്തെ ശത്രുക്കളാ സഹായത്തിനെത്തുന്നതെന്ന് പഴമക്കാർ പറയുന്നുണ്ട്. തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് യേശുദേവനും പറഞ്ഞിട്ടുണ്ട്. അവനാണ് നാമസുഖത്തിന് ആചരിക്കുന്നത്. അവന് സുഖത്തിനായി വരണമെന്ന് ഗുരുദേവനും പറഞ്ഞിട്ടുണ്ട്. കുടിവെള്ളം പൊട്ടിക്കരുത്, വഴിയും തടയരുത്. അവരെ വിളിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് നമ്മൾ വെള്ളം കൊടുക്കണം. നിങ്ങൾ പോയി ഫുഡ് വാങ്ങിട്ട് വാ. രാത്രി 7 വൈകിയപ്പോ അങ്ങോട്ടത്തെ പാപ്പില്ലാവുന്ന കണ്ണതായിരിക്കും. നിങ്ങളുടെ വാതിലാവട്ടെ, ഞാൻ തോർത്തെടുക്കാം. അയ്യോ, നമ്മളെ കിണറും കാണാണ്ടായില്ലേ. കിണറ് തന്നു പോയില്ലേ. ഇവിടെ മണ്ണെണ്ണ ഇവിടെ ബാക്കിയുള്ളൂ. വാട്ടും വേണ്ട കുറേ പോയിട്ടുണ്ട്. നമ്മളെ കിണറും പോയി. ഇന്നലെ വാങ്ങുന്നു ഉൾപ്പെടെ പുത്തം പോയി. കണ്ടില്ലേ, ആരാണ് ദ്രോഹം വരുന്നത് വിചാരിച്ചാൽ നമുക്കും ദ്രോഹം വരും. ഇതുപോലെ